ഇന്നലെ റിലീസ് ചെയ്ത ഏറ്റവും പുതിയ ചിത്രമാണ് ബാൾട്ടി. ഉണ്ണി ശിവലിംഗം സംവിധാനം ചെയ്ത ഷെയ്ൻ നിഗം നായകനായി എത്തിയ ഈ ഒരു ചിത്രം ബോക്സ് ഓഫീസിൽ കിലുകിലെ വിറപ്പിക്കുന്ന കാര്യം നമുക്ക് കാണാൻ കഴിഞ്ഞു. അക്ഷരാർത്ഥത്തിൽ അടിച്ചു കയറുകയാണ് ബാൾട്ടി. ആദ്യ ദിനത്തെ കളക്ഷൻ അത് വെളിവാക്കുകയും ചെയ്യുകയാണ്. 794 ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ സിനിമയ്ക്ക് ലഭിച്ചത് 72,50,000-ഓളം രൂപയാണ്. അതായത് സിനിമ 1 കോടി ആദ്യ ദിനം നേടി എന്നുള്ളതാണ്. ഇവിടെ വലിയ രീതിയിലുള്ള ഒരു കളക്ഷൻ ഉറപ്പ് സിനിമയ്ക്ക് വരികയാണ്. സിനിമയുടെ പ്രതികരണങ്ങൾ ആദ്യ ദിനം തന്നെ പോസിറ്റീവ് ആവുകയും ചെയ്തിരുന്നു. ഫസ്റ്റ് ഹാഫ് അതിഗംഭീരമെന്ന് പറയുമ്പോൾ സെക്കൻഡ് ഹാഫിൽ യൂഷ്വൽ എന്നുള്ളതാണെങ്കിലും സിനിമയുടെ മേക്കിംഗ് ക്വാളിറ്റിയും BGMഉം എല്ലാം ചേർന്ന് വരുമ്പോൾ മസ്റ്റ് വാച്ച് അല്ലെങ്കിൽ വാച്ചബിൾ എന്നുള്ള റേഞ്ചിലേക്ക് തന്നെ സിനിമ എത്തുന്നു. എന്തായാലും ആ ഒരു കാര്യങ്ങളെയെല്ലാം തന്നെ മികച്ച രീതിയിൽ നിർത്തിക്കൊണ്ട് തന്നെ ജനങ്ങൾ ഇടിച്ചു കയറുന്ന ഒരു കാര്യവും നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇന്നലെ ഓഡിയൻസായി വന്നത് ഏകദേശം 47,000-ഓളം ആളുകളാണ്. 21% ഈ ഒരു സിനിമയ്ക്ക് ഒക്യുപ്പൻസിയായി ഇന്നലെ ഉണ്ടായിരുന്നത്. ഇന്ന് ശനിയാഴ്ച മുതൽ അങ്ങോട്ട് ഏകദേശം 7 ദിവസത്തെ അവധിയാണ് ഈ സിനിമയ്ക്കും അഡീഷണൽ ആയിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത്. സിനിമയ്ക്ക് നല്ല പോസിറ്റീവ് റെസ്പോൺസ് വന്നതോടുകൂടി തന്നെ മികച്ച രീതിയിലുള്ള കളക്ഷൻ സിനിമയ്ക്ക് പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് 1.5 കോടിക്ക് മുകളിലാണ് സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ പ്രതീക്ഷിക്കുന്നത്. ഒരു പക്ഷേ അത് 2 കോടിക്ക് മുകളിലെത്താനും ചാൻസുകൾ ഏറെയാണ്. മറ്റൊരു ചിത്രമായ ലോക ചാപ്റ്റർ 1 31 ദിനങ്ങൾ പിന്നിടുമ്പോൾ അവിടെ നമുക്ക് ഒരു കാര്യം ഉറപ്പാക്കാൻ കഴിയുന്നു. ഈ ഒരു ശനിയാഴ്ച സിനിമ മികച്ച രീതിയിലുള്ള ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിനോടകം തന്നെ സിനിമയ്ക്ക് 918ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരുന്നു. മോർണിംഗ് 7 മണിയായപ്പോൾ തന്നെ ആ ഒരു സമയത്ത് സിനിമയ്ക്ക് 8% ഒക്യുപ്പൻസി ആയിട്ട് കാണാൻ കഴിയുന്നത്. ഏകദേശം 33,46,000 രൂപ തന്നെ ഇപ്പോൾ സിനിമയ്ക്ക് അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ തന്നെ വന്നതായി കാണാൻ കഴിയുന്നു. 31 ദിനങ്ങൾ കടക്കുമ്പോഴും സിനിമയ്ക്ക് സ്റ്റഡി ഹോൾഡാണ്. ശനിയാഴ്ചയ്ക്ക് മുമ്പ്, അതായത് ഇന്നലെ വെള്ളിയാഴ്ച സിനിമയുടെ കളക്ഷനായി വന്നത് 57,86,000 രൂപയോളമാണ്. അതായത് ഏറെക്കുറെ 75 ലക്ഷം രൂപയോളമാണ് കളക്ഷനായിട്ട് ഇന്നലെയും വന്നത്. അതായത് വർക്കിംഗ് ഡേയ്സിലെല്ലാം തന്നെ സിനിമയ്ക്ക് ആവറേജ് കളക്ഷനായി വരുന്നത് 70 ലക്ഷം രൂപയോളമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ വരുന്ന ശനി ഞായർ മുതൽ 7 ദിനങ്ങളിലേക്കുള്ള അവധി ദിനങ്ങൾ കൂടെ കടക്കുമ്പോൾ സിനിമ ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് എത്തും എന്നുള്ളതാണ്. നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റുപോയ സിനിമയാകുന്നു. 50 ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി. ഇപ്പോൾ ബുക്ക് മൈ ഷോയുടെ മാത്രമാണ് ആ കണക്കുകളെങ്കിൽ 63 ലക്ഷത്തോളം ടിക്കറ്റുകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ ഒരു സിനിമയ്ക്ക്. 44,000-ഓളം ഷോകളാണ് സിനിമയ്ക്ക് ഇതിനോടകം തന്നെ കഴിഞ്ഞിരിക്കുന്നത്. ട്രാക്കേഴ്സ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 4,484ഓളം ഹൗസ്ഫുൾ ഷോകളും വന്നിട്ടുണ്ട്. തുടരുമെന്ന ചിത്രത്തിൻ്റെ ഇതുവരെയുള്ള ഹൗസ്ഫുൾ ഷോകളുടെ എണ്ണവും ഈ സിനിമ മറികടന്നിരിക്കുകയാണ്. ഇനി വരുന്ന 7 ദിനങ്ങൾ കൊണ്ട് സിനിമ ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് എത്തുമെന്നുള്ളത് ഉറപ്പിക്കുകയാണ്. 109 കോടിയാണ് കേരള ബോക്സ് ഓഫീസിൽ സിനിമ നിൽക്കുന്നത്. ഇന്ന് 1 കോടി തൊട്ട് 1.5 കോടിക്ക് മുകളിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയാണ് സിനിമയ്ക്കുള്ളത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. താങ്ക് യു ബ്രോസ്.